വീഞ്ഞിന് വീര്യം കൂടുന്ന പോലാണ് കൊടുവൻപോറ്റിയുടെ കാര്യം. ഓരോ ദിവസം കഴിയുമ്പോഴും ഇത് ചർച്ചാ വിഷയമാണ്. സിനിമ ഇറങ്ങിയപ്പം ഉള്ള ചർച്ചയെക്കാട്ടിൽ 100 ഇരട്ടി ചർച്ചാ വിഷയമാണ് ഓരോ ദിവസവും ഈ സിനിമ. ഓസ്കാർ വേദിയിലെത്തി നിൽക്കുമ്പോൾ ഈ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകളാണ് മൊത്തം. ഇപ്പം മലയാളത്തിലെ മീഡിയകൾ ഉൾപ്പെടെ, ഇന്ത്യയിലുള്ള മീഡിയകൾ ഉൾപ്പെടെ, ഇപ്പം രാജ്യാന്തര തലത്തിലായി ചർച്ചകളല്ല. എന്തായാലും കൊടുവൻപോറ്റിയായി മമ്മൂട്ടി അവതരിച്ചപ്പോൾ അതൊരു ഗംഭീരം തന്നെയാണ്. അത് വീണ്ടും വീണ്ടും നമ്മളിത് ഓരോ ഇത് കാണുമ്പോഴും ഈ സിനിമ യഥാർത്ഥത്തിൽ മമ്മൂട്ടിയുടെ സൂക്ഷ്മ അഭിനയവും അതിഗംഭീര സൗണ്ട് മോഡുലേഷനും എല്ലാം കൊണ്ടും സംവിധാന മികവും സിദ്ധാർത്ഥ ഭരതനും അർജുന അശോകനും എല്ലാം ഗംഭീരമാണ്. അതിനകത്തൊന്നും സംശയം വേണ്ട. സംവിധാന മികവാണ് ഇതിനകത്ത് ഏറ്റവും ടോപ്പ്. എന്നാൽ പോലും മമ്മൂട്ടി എന്ന് പറയുന്ന പോറ്റി ഇതിനകത്ത് ഒരു അണുവിട അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നെങ്കിൽ ഇത് വലിയൊരു ട്രോൾ മെറ്റീരിയലായിരുന്നു. എനിക്ക് തോന്നുന്നു ഇന്ത്യൻ സിനിമയിൽ അല്ലെങ്കിൽ ഒരുപക്ഷെ ലോക സിനിമയിൽ കൊടുവൻപോറ്റിയായിട്ട് അഭിനയിക്കാൻ മറ്റൊരു നടന് സാധിക്കത്തില്ല എന്ന് ഉറപ്പിച്ചിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ്. കാരണം കൊടുവൻപോറ്റിയായിട്ട് വേറെ ഒരാളെ നമുക്ക് ചിന്തിച്ചു നോക്കുക. നമ്മൾ പലരെയും ചിന്തിച്ച് അതിൻ്റെ രീതിയിലൊക്കെ എടുക്കുമ്പോൾ പോലും സിനിമയിൽ വരുമ്പം അദ്ദേഹത്തിൻ്റെ കണ്ണ്, കാത്, ഈ പറഞ്ഞ പോലെ സൗണ്ട് മോഡുലേഷൻ എല്ലാ രീതിയിലും മമ്മൂട്ടി അഭിനയിച്ച് തകർത്ത സിനിമയാണ്. ഒരുപക്ഷെ കൊടുവൻപോറ്റിക്ക് മമ്മൂട്ടിക്ക് മുകളിൽ അഭിനയിക്കാൻ ഒരാൾക്ക് സാധിക്കത്തില്ലെന്നാണ് എനിക്ക് ഈ സിനിമ കണ്ടപ്പോൾ ഇപ്പോഴും വീണ്ടും തോന്നുന്നത്. എന്തായാലും നിങ്ങളുടെ പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ടും കമൻസ് ആയിട്ട് രേഖപ്പെടുത്തുക.